ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു ഏകദേശം ഒരു 10-11 ദിവസമായിട്ടുണ്ടാവും വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇഷമോളുടെ ബർത്ത്ഡേ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി അതിൻ്റെ സംബന്ധമായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വന്നു. അപ്പോൾ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതൊക്കെ കഴിഞ്ഞു, പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ എടുക്കാം, നിങ്ങളുടെ അടുത്ത് അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഞാൻ കാണിച്ചു തരാം. വണ്ടി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് അന്ന് 2023 നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വണ്ടി വാങ്ങിച്ചപ്പോൾ നമ്മൾ അടവ് അവർ പറഞ്ഞ അടവൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അവർ വണ്ടി നമ്മുടെ പേരിലേക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല. അടവ് തീർന്നിട്ട് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്ടോബറിൽ തന്നെ നമ്മുടെ അടവും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇപ്പം മാറ്റുക പിന്നെ മാറ്റുക അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കുറച്ച് പ്രശ്നങ്ങൾ, ഫൈനാൻസിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ വണ്ടിക്ക് അടവിട്ടതൊക്കെ തെറ്റായിരുന്നു. നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, ശരിക്കുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ അത് അന്വേഷിച്ചപ്പോൾ സംഭവം ഭയങ്കര നൂലാമാല പിടിച്ചൊരു വണ്ടിയായിരുന്നു. അപ്പോൾ നൂലാമാല പിടിച്ചൊരു വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അവരേക്ക് പിന്നെ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോലീസിൻ്റെ സഹായമൊക്കെ തേടി അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിരുന്നു. 3-4 ദിവസം ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ അവരുടെ പിന്നാലെ നടന്നു. അങ്ങനെ കുറേ സമയം പോയി. പിന്നെ ഭയങ്കര ടെൻഷനായി. ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്നിട്ട് അവർ തന്ന പൈസ, കുറച്ച് പൈസ തന്നു, ഇനി കുറച്ച് പൈസ തരാനുണ്ട്. അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുന്ന് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് വണ്ടി എടുത്തു കേട്ടോ. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത്, പുതിയതൊന്നുമല്ല. പുതിയത് എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇപ്പോഴും നമുക്ക് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വണ്ടി ഇല്ലാതെ പറ്റൂലല്ലോ. കുട്ടികളെ മദ്രസയിലേക്ക് കൊണ്ടാക്കാനും ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലും കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ ഞാൻ തന്നെ പോകണ്ടേ. അപ്പോൾ വണ്ടി ഇല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 3-4 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ട്, പക്ഷേ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവർ ആയിരുന്നു. കേസും കൂട്ടവും കാര്യങ്ങളും അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും വണ്ടി മേടിക്കാൻ പോലും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. സംഭവം നല്ല നല്ല കണ്ടൻറ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഒക്കെ സെറ്റായി. ഇപ്പോൾ വണ്ടിയൊക്കെ കിട്ടി. പുതിയതല്ലെങ്കിലും നമ്മൾ കാണാൻ കുഴപ്പമില്ലാത്തൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ അതിൻ്റെ മുകളിലാണ് യാത്ര കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ കുട്ടികൾക്ക് പനി വന്നു. ഇഷമോൾക്ക് ഇന്നലെയൊക്കെ പനിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മദ്രസ തുറക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ പിറന്നാൾ കഴിഞ്ഞു. ബർത്ത്ഡേയുടെ വീഡിയോ, ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഷോർട്സ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുള്ളൂ. എന്താ ചെയ്യുക, അത് 12-ാം തീയതി കഴിഞ്ഞ പിറന്നാളല്ലേ. അതിൻ്റെ കൂടെ ഞാൻ വേറെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിറന്നാളിൻ്റെ അന്നായിരുന്നു, പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് സംഭവം ഇതൊക്കെ ഉണ്ടായത്. അത് കാരണം ആ ഒരു ദിവസം നമുക്ക് ആകെ ടെൻഷനായ കാരണം നമുക്ക് ശരിക്കും പോലെ അവളുടെ ബർത്ത്ഡേ ഒന്നും ശരിക്കും അങ്ങോട്ട് സന്തോഷത്തിൽ അങ്ങോട്ട് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. അപ്പം എന്നാലും അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു, കേക്ക് വാങ്ങിച്ചു കൊടുത്തു, ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ചെയ്തു കിട്ടാ. പക്ഷെ അത് കഴിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും കൂടി ക്ലിയർ ആവണ്ടേ. അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കാരണമാണ് ഞാൻ ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത് കാരണം ഞാൻ വീഡിയോ ഇടാതെ, എന്തായാലും കേക്ക് മുറിക്കുന്നൊരു രംഗമുണ്ട്, അത് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ബിരിയാണി വെക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ കോളുകൾ വരലും, ഈ ഒരു ഫോൺ തന്നെയല്ലേ, ഈ ഫോണിൽ തന്നെയല്ലേ വീഡിയോ എടുക്കലും പിന്നെ ഓരോരുത്തർ വിളിക്കലും ഒക്കെ ആയിട്ട് ഈ ഒരു പ്രശ്നം കാരണം അന്നത്തെ സമയത്ത് കോളുകൾ വരൽ കൂടുതലായിരുന്നു. കാരണം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി സീനോ, വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റുകൾ ഇങ്ങനെ വരാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അന്നിനും മറുപടി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ നേരിൽ പറയാമെന്ന് വിചാരിച്ചു. കുഞ്ഞോ ഹാളിക്ക് ലൈറ്റ് ഓഫ് ചെയ്യൂ, കുഞ്ഞോ ഹാളിക്ക് ലൈറ്റ് ഓഫ് ചെയ്യൂ. എന്താ പറയുക,
നേരിൽ ഇങ്ങനെ പറയില്ല നല്ലത്, കമൻറ്റിൽ പറയണേക്കാളും നല്ലത് നേരിൽ പറയില്ല നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കമൻറ്റിനൊന്നും മറുപടി കൊടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ എന്നാലും നമ്മൾ കുറേ നാൾ കൊണ്ടുവന്നിരുന്ന വണ്ടിയല്ലേ, നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടിയായിരുന്നു, കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ജൂൺ വന്ന 2 വർഷവും ആ വണ്ടി മേടിച്ചിട്ട്. അപ്പോൾ അത് പോയപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മുടെ ഈ വണ്ടിയായിട്ട് സെറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഞാൻ കാണിക്കാം. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി എന്തായാലും തുടർന്ന് നാളെ തൊട്ട് വീഡിയോ ഇടണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇടാം എന്ന് വിചാരിക്കുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അന്ന് വയ്യാതായി ഹോസ്പിറ്റലിലേക്ക് പോകലും വരലും മറ്റേ ടെസ്റ്റുകൾ ചെയ്യലും ഒക്കെ ആയിരുന്നു. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. തൈറോയ്ഡ് കൂടുതലോ കുറവോ ഒന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പിന്നെ BP കുറവാണ്, BP ഇടയ്ക്കിടയ്ക്ക് കുറയുന്നുണ്ട്. അപ്പോൾ അതിന് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അല്ലെങ്കിൽ നാരങ്ങയിൽ ഉപ്പിട്ടിട്ടൊക്കെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു സമയമായിരുന്നു കുറച്ച് ദിവസം. ഇപ്പോൾ പെരുന്നാൾ അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം നല്ല സമയമായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ ചാനലിലൂടെ പറയുന്നു. അല്ലാത്തവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തവർ ആരാളുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി കാണിച്ചു തരാം. അപ്പോൾ വണ്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ വണ്ടി മേടിച്ചത്. അപ്പോൾ കുഞ്ഞ് അതിന് മേലെ കയറിയിരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ മറ്റേ വണ്ടീനേക്കാളും ഇത്തിരി വെയിറ്റുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തത് കുഞ്ഞും മുറ്റത്ത് കൂടെ ഇങ്ങനെ ഉരുട്ടിയിട്ടും ഓടിക്കാനൊക്കെ അവനും അറിയാം കേട്ടോ. പുറത്തേക്കൊന്നും വിടില്ല, നമ്മുടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഓടിച്ച് പഠിക്കുക എന്നല്ലാണ്ട് മുറ്റത്തേക്കൊന്നും വിടില്ല കേട്ടോ. അപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടാതെ ഇരുന്നതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. ഒരുപാട് പേരായി ചോദിക്കും എന്താ വീഡിയോ ഇടാത്തത്, ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോസൊക്കെ അതിൽ എത്ര കാലം കഴിഞ്ഞാലും അവിടെ കിടന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇതിൽ കൂടെ ഇട്ടത് കേട്ടോ. പിന്നെ ബർത്ത്ഡേ സംബന്ധമായിട്ടുള്ള വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂട്ടിയിട്ട് ഞാൻ ഇവർക്ക് കേക്കൊക്കെ വാങ്ങിക്കാൻ ഞാൻ പോയിട്ടോ, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നീട് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. പ്രശ്നങ്ങൾ വരും പോവും, അത് നമ്മുടെ ജീവിതത്തിൽ പതിവാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ബർത്ത്ഡേ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന സംഭവമല്ലേ. അപ്പോൾ എന്തായാലും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം നിന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.